ഹായ് ഹലോ, ഐ എം നിതിൻ. ദിസ് ഈസ് NSK മാത്സ്. നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് SSLCയിലെ അല്ലെങ്കിൽ 10ാം ക്ലാസ്സിലെ മാത്സിലെ 5ാമത്തെ ചാപ്റ്റർ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. അതിൽ ഓൾറെഡി 3 ഭാഗങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യാമെന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് 4ാമത്തെ ഭാഗത്തിലോട്ട് പോകാം. 4ാമത്തെ ഭാഗത്തിൽ ഞാൻ ഒരു പ്രോബ്ലം മാത്രമേ ഇൻക്ലൂഡ് ചെയ്തുള്ളൂ. കാരണം അത്യാവശ്യം ഒരു വലിയ പ്രോബ്ലമാണ്. കൂടാതെ ഒരുപാട് തവണ പ്രീവിയസ് ക്വസ്റ്റ്യൻസുകളായിട്ട് ഇത് ചോദിച്ചിട്ടുള്ളതാണ് ഈ പ്രോബ്ലം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു പ്രോബ്ലം മാത്രം ഇൻക്ലൂഡ് ചെയ്ത ഒരു ഭാഗം തന്നെ നിങ്ങളിൽ എത്തിക്കുന്നത്. അതുകൊണ്ട് എന്തായാലും എല്ലാവരും നല്ല രീതിയിൽ ശ്രദ്ധിച്ചിരിക്കണം. വളരെ പ്രയോജനകരമായ ഒരു പ്രോബ്ലമാണ്. നമുക്ക് ചാപ്റ്ററിലെ പ്രോബ്ലത്തിലോട്ട് കടക്കാം. പ്രോബ്ലം ഇങ്ങനെയാണ്. എ പോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ഒരു കമ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ഥിരമായി നിൽക്കുന്നത്, അതായത് അതിനെയാണ് നമ്മൾ പോളെന്ന് വിളിക്കുക. അപ്പോൾ ഒരു പോള് എന്താണ് അവർ പറഞ്ഞിരിക്കുന്നത്? എ പോൾ 2.6 മീറ്റർ ലോങ് ലീൻസ് അഗെയിൻസ്റ്റ് എ വാൾ എന്ന് പറഞ്ഞാൽ ഒരു ഭിത്തിയിൽ ഒരു 2.6 മീറ്റർ നീളമുള്ള ഒരു കമ്പ് ചാരി വെച്ചിരിക്കും. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആ ഭിത്തിയും കമ്പും വരച്ചേക്കാം. എന്ത് പറയുന്നത്? ഇതാണ് നമ്മുടെ ഭിത്തി, ഇതാണ് നമ്മുടെ ഗ്രൗണ്ട്. ഈ ഭിത്തിയിൽ എന്ത് ചാരി വെച്ചിരിക്കുന്നു? 2.6 മീറ്റർ നീളമുള്ള ഒരു കമ്പ് ചാരി വെച്ചിരിക്കുന്നു. 2.6 മീറ്റർ നീളമുള്ള ഒരു കമ്പ് ചാരി വെച്ചിരിക്കുന്നു. പിന്നീട് അവർ പറഞ്ഞിരിക്കുന്നത് ദ ഫൂട്ട് ഓഫ് ദ പോൾ വാസ് 1 മീറ്റർ. ശ്രദ്ധിക്കണം, 1 മീറ്റർ എവേ ഫ്രം ദ വോൾ എന്ന് പറഞ്ഞാൽ ഈ വോളിൽ നിന്ന്, ഇതാണല്ലോ നമ്മുടെ വോൾ, ഈ വോളിൽ നിന്നും 1 മീറ്റർ മാറിയാണ് കമ്പിന്റെ ഫൂട്ട് സ്ഥിതി ചെയ്യുന്നത്. അതായത് ഇതാണ് നമ്മുടെ 1 മീറ്റർ മാറി ഫൂട്ട് സ്ഥിതി ചെയ്യുന്നു. എന്തിന്റെ ഫൂട്ട്? ഈ കമ്പിന്റെ ഫൂട്ട് സ്ഥിതി ചെയ്യുന്നു. അടുത്ത എന്താണ് പറയുന്നത്? വെൻ ദ ഫൂട്ട് ഓഫ് ദ പോൾ വാസ് പുഷ്ഡ് എ ലിറ്റിൽ എവേ. അതവിടെ നിൽക്കട്ടെ, ആ ഒരു സെന്റൻസ് അവിടെ നിൽക്കട്ടെ. അത് നമുക്ക് രണ്ടാമത് സെറ്റ് ചെയ്യാം. ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇപ്പൊ ഞാൻ ഈ സ്ക്വയറിൽ ഇട്ടിരിക്കുന്ന സെന്റൻസ് ഉണ്ടല്ലോ, ആ സ്ക്വയറിൽ ഇട്ടിരിക്കുന്ന സെന്റൻസ് അവിടെ നിൽക്കട്ടെ. ഇപ്പൊ ഈ പറഞ്ഞത് വെച്ച് ഇതൊരു മട്ട ത്രികോണമാണ്. ഈ മട്ട ത്രികോണത്തിൽ നിന്ന് നമുക്ക് എന്ത് ആദ്യം സെറ്റ് ചെയ്തെടുക്കാം? നമുക്ക് ഈ വോളിന്റെ ഉയരം, അതായത് ഈ ഗ്രൗണ്ടിൽ നിന്നും ഈ കമ്പ് ഇരിക്കുന്ന അവിടം വരെയുള്ള വോളിന്റെ ഉയരം നമുക്കൊന്ന് കണ്ടുപിടിച്ചെടുക്കാം. അതിനുവേണ്ടി നമ്മൾ ഓൾറെഡി നമുക്ക് അറിയാവുന്ന തിയറമാണ് അല്ലെ, 90 ഡിഗ്രി അല്ലെങ്കിൽ റൈറ്റ് ആംഗിളിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ തിയറമാണ് പൈതഗോറസ് തിയറം. വി ഓൾറെഡി നോ ദാറ്റ് വാട്ട് ഈസ് പൈതഗോറസ് തിയറം. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഇവിടെ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് നമുക്കറിയാം എത്രയാണ്? 2.6 ആണ്. therefore 2.6 the whole square is equal to എന്താണ്? ബേസ് എന്ന് പറയുന്നത് 1 ആണ്. therefore 1 square പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് നമുക്ക് അറിയത്തില്ല, അതാണ് നമ്മുടെ വോള് അല്ലെ. ഞാൻ ജസ്റ്റ് ഇനി പേരിടുവാണെങ്കിൽ ABC എന്ന് പേരിടുവാണെങ്കിൽ ഈ ഓൾട്ടിറ്റ്യൂഡിന് അല്ലെങ്കിൽ വോളിന്റെ നീളം, അതിനെ നമുക്ക് എന്താ AC the whole square എന്ന് എടുക്കാം. that is equal to 2.6 the whole square. 26ന്റെ സ്ക്വയർ നമുക്കറിയാം. 26ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 576 ആണ് അല്ലെ. 26ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 26ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 26ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 676 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ 2.6ന്റെ സ്ക്വയർ എത്ര വരും? 6.76 എന്ന് വരും. കാരണം 26ന്റെ സ്ക്വയർ 676, 2.6 എന്ന് പറയുമ്പോൾ എത്ര സ്ഥാനമുണ്ട്? ഒരു സ്ഥാനം അല്ലെ. അത് സ്ക്വയർ എടുക്കുമ്പോൾ അത് എത്ര സ്ഥാനമായി മാറും? 2 സ്ഥാനം. അപ്പൊ 6.76 ഈസ് ഈക്വൽ ടു 1ന്റെ സ്ക്വയർ 1 പ്ലസ് എന്താണ്? AC സ്ക്വയർ. ഈ പ്ലസ് 1 ഈക്വലിന് ഇപ്പുറത്തോട്ട് പോകുമ്പോൾ 6.76 മൈനസ് 1 ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? AC സ്ക്വയർ എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 6.76 മൈനസ് 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5.76. 5.76 ഈസ് ഈക്വൽ ടു എത്രയാണ്? AC സ്ക്വയർ. നമുക്ക് വേണ്ടത് AC ആണ് അല്ലെ. ദാറ്റ് ഈസ് AC ഈസ് ഈക്വൽ ടു കണ്ടുപിടിക്കാൻ AC ഈസ് ഈക്വൽ ടു റൂട്ട് 5.76. ദാറ്റ് ഈസ് ഈക്വൽ ടു AC ഈസ് ഈക്വൽ ടു 576 എന്ന് പറയുന്നത് 24ന്റെ സ്ക്വയർ ആണ്. 576 എന്ന് പറയുന്നത് എത്രന്റെ സ്ക്വയർ ആണ്? 24ന്റെ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ 5.76 എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 2.4 ആയിരിക്കും. നമുക്ക് എന്ത് കിട്ടി? വോളിന്റെ ഹൈറ്റ് അല്ലെങ്കിൽ വോള് ഈ ഗ്രൗണ്ടിൽ നിന്നും ഇല്ലെങ്കിൽ ഇവിടെ നിന്നും ഇവിടം വരെ ഉള്ളത് അല്ലെ, കമ്പിന്റെ മുകൾ ഭാഗം വരെ ഈ വോളിന്റെ നീളം എത്രയാണ് നമുക്ക് കിട്ടി? 2.4 മീറ്റർ എന്ന് കിട്ടി. അപ്പൊ നമുക്ക് വോളിന്റെ നീളം എത്ര കിട്ടി? 2.4 മീറ്റർ എന്ന് കിട്ടി. കുഴപ്പമൊന്നുമില്ലല്ലോ.
ക്ലിയർ അല്ലേ? അത്രയും ഭാഗം ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് ഇപ്പൊ എന്തൊക്കെ കിട്ടി? വോളിന്റെ നീളം കിട്ടി, അതേപോലെ തന്നെ എന്ത് കിട്ടി? വോളിന്റെ നീളമല്ല, ഈ ഗ്രൗണ്ടിൽ നിന്നും ഈ കമ്പിന്റെ മുകളറ്റം വരെയുള്ള നീളം കിട്ടി. കമ്പിന്റെ നീളം ഓൾറെഡി തന്നിട്ടുണ്ട്, എത്രയാണ്? 2.6 കിട്ടി. അതേപോലെ തന്നെ ഈ വോളിൽ നിന്നും കമ്പിന്റെ പാദവശം വരെയുള്ള നീളം 1 മീറ്റർ ഉണ്ട്. അതിന്റെ അകത്ത് നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? 2.4 മീറ്റർ കണ്ടുപിടിച്ചു. പക്ഷെ ഇതല്ല നമ്മുടെ ക്വസ്റ്റ്യൻ. എങ്ങനെ ഇരുന്നേ, ഞാൻ ആ ഫിഗർ ഒന്നുകൂടെ വരയ്ക്കാം. ഇങ്ങനെ ഇരുന്ന ഇത് വോള്, ഇതെന്താണ്? ഗ്രൗണ്ട്. ഇവിടെ ആയിരുന്നു നമ്മുടെ കമ്പ് ഇരുന്നത്, ഇങ്ങനെയായിരുന്നു നമ്മുടെ കമ്പ് ഇരുന്നത്. അതായത് പേര് ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ മനസ്സിലാക്കണം. ബി, ഇതെന്താണ്? സി. ഇങ്ങനെ ഇരുന്ന കമ്പ്, ഈ 2.6 മീറ്റർ നീളമുള്ള കമ്പ് അല്ലെങ്കിൽ പോള് എന്ത് സംഭവിച്ചു? ഒന്ന് തെന്നി നീങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിന്റെ പാദവശമാണ് തെന്നി നീങ്ങുക, അല്ലെ? ഇതിന്റെ പാദവശമാണ് എന്ത് ചെയ്യുന്നത്? തെന്നി ഇങ്ങോട്ട് വന്നെന്ന് വിചാരിച്ചു, തെന്നി ഇങ്ങോട്ട് നീങ്ങി. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ മുകൾ വശം ഉണ്ടല്ലോ, നമ്മുടെ കമ്പിന്റെ മുകൾ വശം, അതെങ്ങോട്ട് വരും? താഴോട്ട് വരും. ഇവിടുന്ന് ഇങ്ങോട്ട് തെന്നുമ്പോൾ എന്തായാലും ഈ മുകളിൽ നിന്ന് ഇത് താഴോട്ടും വരും. അപ്പൊ ഇപ്പൊ കമ്പ് എങ്ങനെയാണ് ഇരിക്കുക? അത് ഇങ്ങനെയായിരിക്കും കമ്പ് ഇരിക്കുക. കറക്റ്റ് അല്ലേ? അപ്പൊ നമുക്ക് ഇതിനൊന്ന് പേരിട്ടാലോ? ABCDE എന്ന് ഞാൻ ഇതിന് പേരിടുകയാണെങ്കിൽ നിങ്ങൾ ആലോചിക്കണം, ഈ DEയുടെ ലെങ്ത് എന്ത് തന്നെയായിരിക്കും? DEയുടെ ലെങ്തിന് മാറ്റമില്ലാതെ എന്ത് തന്നെയായിരിക്കും? 2.6 മീറ്റർ തന്നെയായിരിക്കും, അല്ലെ? പക്ഷെ ഈ A മുതൽ D വരെയുള്ള നീളം എന്തായിരിക്കും? A മുതൽ D വരെയുള്ള നീളം, നേരത്തെ ഇവിടെ 1 ഉണ്ടായിരുന്നു, കാണുന്നുണ്ടല്ലോ. അപ്പം ഇച്ചിരി കൂടെ നീങ്ങി, കുറച്ചുകൂടെ നീങ്ങിയുള്ളൂ, അല്ലെ? കുറച്ചുകൂടെ നീങ്ങിയുള്ളൂ. എത്ര നീങ്ങി നമുക്കറിയത്തില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, അതിനെ X ആയിട്ട് എടുത്താൽ ഇതും എന്തായിരിക്കും? ഇവിടുന്ന് താഴോട്ട് വരുന്നത് എന്തായിരിക്കും? X ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ പുതിയ ത്രികോണം എന്ന് പറയുന്നത് എന്താണ്? ADE. ഈ ADEയുടെ AD എന്ന് പറയുന്ന വശം എന്തായിരിക്കും? ഇവിടം വരെ 1 മീറ്റർ ഉണ്ടായിരുന്നല്ലോ, ഇവിടുന്ന് X ആണെങ്കിൽ ഇതെത്തായിരിക്കും? 1 + X ആയിരിക്കും. ഇനി ഈ A മുതൽ E വരെയുള്ള നീളം എന്തായിരിക്കും? നേരത്തെ A മുതൽ C വരെയുള്ള നീളം നമുക്ക് എത്ര കിട്ടി? 2.4 കിട്ടിയെങ്കിൽ അവിടുന്ന് X കുറച്ചാൽ പോരെ. ഇപ്പൊ 2.4 - X ആയിരിക്കത്തില്ല ഈ വശം. കമ്പിന്റെ നീളത്തിന് വ്യത്യാസമില്ല. ഇനി ഈ പുതിയ മട്ട ത്രികോണം വെച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഈ Xന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ആ Xന്റെ വാല്യൂ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എത്ര ദൂരം നീങ്ങി, അതാണ് പറയുന്നത്. ദ ടോപ്പ് എൻഡ് സ്ലൈഡ് ഡൗൺ ദ സെയിം ലെങ്ത്. അതൊക്കെ വെച്ച് നമ്മൾ ഫിഗർ വരച്ചു. ഹൗ മച്ച് വാസ് ഫുട്ട് മൂവ്ഡ് എന്ന് പറഞ്ഞാൽ ഈ പാദവശം എത്ര മീറ്റർ ആണ് നീങ്ങിയത്, അതല്ലേ നമ്മൾ X ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ അകത്ത് നിന്ന്, ഈ പുതിയ ത്രികോണത്തിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ മതിയാവും? X കണ്ടുപിടിച്ചാൽ മതിയാവും. നമ്മുടെ ആൻസർ കിട്ടാൻ പുതിയ ത്രികോണത്തിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ മതിയാവും മക്കളെ? X കണ്ടുപിടിച്ചാൽ മതിയാവും. നമുക്കപ്പോ പുതിയ ത്രികോണത്തിൽ നിന്ന് നമുക്ക് X കണ്ടുപിടിക്കാം. പുതിയ ത്രികോണം എന്തായിരുന്നു മക്കളെ? പുതിയ ത്രികോണത്തിന്റെ പേര് നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് നോട്ട് ചെയ്തേ. പുതിയ ത്രികോണത്തിന്റെ പേര് ഒന്നുകൂടെ നിങ്ങൾ നോട്ട് ചെയ്തേ. എന്തായിരുന്നു? ADE, അല്ലെ? ADE എന്നാണ് നമ്മുടെ പുതിയ ത്രികോണത്തിന്റെ പേര്. അതിൽ AD എത്ര ഉണ്ട്? 1 + X. ഇത് എത്ര ഉണ്ട്? 2.4 - X. ഇത് എത്ര ഉണ്ട്? 2.6. അപ്പൊ നമുക്ക് ആ ADE വെച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ആ ഒരു നീളം നമുക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. ഓക്കെ അല്ലേ? ഞാൻ അതിനു വേണ്ടി പുതിയൊരു ത്രികോണം നമുക്കൊന്ന് വരയ്ക്കാം. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. പുതിയൊരു ത്രികോണം നമുക്ക് വരയ്ക്കാം. നമുക്കിപ്പം കിട്ടിയത് വെച്ച് നമുക്കൊരു പുതിയ ത്രികോണം വരയ്ക്കാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. വളരെ സിമ്പിൾ ആണ്, എങ്കിൽ കാര്യം മനസ്സിലാക്കി എടുത്തോണം. നമ്മുടെ ത്രികോണം ഇതായിരുന്നല്ലോ. ഇപ്പൊ നമുക്ക് കിട്ടിയ പുതിയ ത്രികോണം ഇത് 90 ഡിഗ്രി, ഇത് A, ഇത് D, ഇതെന്തായിരുന്നു? E. നമുക്ക് DE എത്ര ഉണ്ട്? 2.6 ഉണ്ട്. ഇത് എത്ര ഉണ്ട്? 1 + X ഉണ്ട്. ഇത് എത്ര ഉണ്ട്? 2.4 - X ഉണ്ട്, അല്ലേ? ഇനി പേടിക്കാനൊന്നും ഇല്ല. നമ്മുടെ എന്ത് അപ്ലൈ ചെയ്താൽ മതി? നമ്മുടെ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്താൽ മതി. എന്താണ് നമ്മുടെ പൈതഗോറസ് തിയറം? നമ്മൾ പഠിച്ചിട്ടുള്ള എന്താണ്? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ = ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഇവിടെ ഹൈപ്പോട്ടന്യൂസിന്റെ സ്ഥാനത്ത് എന്ത് എഴുതാം? 2.6. ദാറ്റ് ഈസ് 2.6 ദ ഹോൾ സ്ക്വയർ = ബേസ് എന്തുണ്ട്? 1 + X, അല്ലെ? അപ്പൊ 1 + X ദ ഹോൾ സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് എത്ര ഉണ്ട്? 2.4 - X ദ ഹോൾ സ്ക്വയർ. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നമ്മൾ ഐഡന്റിറ്റീസ് യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്, അല്ലെ? ഐഡന്റിറ്റീസ് യൂസ് ചെയ്യണം. A + B ദ ഹോൾ സ്ക്വയർ, A - B ദ ഹോൾ സ്ക്വയർ അപ്ലൈ ചെയ്യണം. അത് നമുക്ക് ചെയ്യാം, സിമ്പിൾ ആയിട്ട് തന്നെ ചെയ്യാം. നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. 2.6ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ, 2.6ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 26ന്റെ സ്ക്വയർ എത്രയാണ്? 676. അങ്ങനെയാണെങ്കിൽ 2.6 ഞാൻ നേരത്തെ തൊട്ട് മുമ്പ് പറഞ്ഞു എന്താണ്? 2.6ന്റെ സ്ക്വയർ എത്ര ആയിരിക്കും? 6.76 = ഇത് ഏത് ഫോമിലാണ് കിടക്കുന്നത്? A + B ദ ഹോൾ സ്ക്വയർ, അല്ലെ? നമുക്കറിയാം A + B ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? A + B ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? A²
പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ 1 പ്ലസ് എക്സ് ദ ഹോൾ സ്ക്വയർ എങ്ങനെ എഴുതാം? 1 പ്ലസ് എക്സ് ദ ഹോൾ സ്ക്വയർ എങ്ങനെ എഴുതാം? 1 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എയുടെ സ്ഥാനത്ത് 1 അല്ലേ, അപ്പൊ 1 ഇൻറ്റു ബിയുടെ സ്ഥാനത്ത് എന്താ എക്സ് പ്ലസ് ബിയുടെ സ്ഥാനത്ത് എന്ത് എഴുതാം? എക്സ് സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 സ്ക്വയർ 1 പ്ലസ് 2 ഇൻറ്റു 1 എത്ര? 2 ഇൻറ്റു എക്സ് എത്ര? 2x പ്ലസ് എന്താണ്? എക്സ് സ്ക്വയർ. അപ്പൊ ഇതിന് പകരം നമുക്ക് ഇനി എന്ത് എഴുതാം? 1 പ്ലസ് 2x പ്ലസ് എക്സ് സ്ക്വയർ, പിന്നെ ഈ പ്ലസ് പ്ലസ്. ഇനി ഇതേത് ഫോമിലാണ് കിടക്കുന്ന? എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഫോമാണ്. അപ്പൊ അതെങ്ങനെ എഴുതാം? എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താണ്? എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് എന്താണ്? ബി സ്ക്വയർ. അതേപോലെ തന്നെ അപ്പൊ ഇതെന്ത് എഴുതും? 2.4 മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയറിനെ എങ്ങനെ എഴുതാൻ പറ്റും? 2.4 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 2.4 ഇൻറ്റു എന്താണ്? എക്സ് പ്ലസ് എന്താണ്? എക്സ് സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ 2.4ന്റെ സ്ക്വയർ എത്ര? 24 സ്ക്വയർ 576 ആണ്. അപ്പൊ 2.4 5.76 മൈനസ് 2 ഇൻറ്റു 2.4 എത്രയാണ്? 4.8 കൂടെ എന്തുണ്ട്? ഒരു എക്സ് ഉണ്ട് പ്ലസ് എന്താണ്? എക്സ് സ്ക്വയർ. സിമ്പിൾ ആണ്. അപ്പം ഇതിന് പകരം ഇനി എന്തിട്ട് കൊടുക്കാം? ഇത്. അപ്പൊ എന്ത് വരും? 5.76 മൈനസ് 4.8x പ്ലസ് എന്ത്? എക്സ് സ്ക്വയർ. സിമ്പിൾ അല്ലേ? സിമ്പിൾ അല്ലേ? അതായത് ഇനി നോക്കി, ഇനി വളരെ സിമ്പിൾ ആണ്. 6.76 ഈസ് ഈക്വൽ ടു ഈ 1ഉം ഈ 5.76 നമുക്ക് മനസ്സിലായ ഞാൻ കളറിൽ കാണിച്ചു തരാം. ഈ 1ഉം ഈ 5.76 കൂടെ കൂട്ടാൻ നേരം എത്ര കിട്ടും? 6.76. ഇനി എന്താണ് നമുക്ക് അടുത്തുള്ളത്? നമ്മുടെ എക്സുകൾ കൂട്ടുക. പ്ലസ് 2x മൈനസ് 4.8x വ്യത്യസ്ത ചിഹ്നമാണ്. വ്യത്യസ്ത ചിഹ്നമാണെങ്കിൽ നമ്മുടെ സൈൻ റൂൾ ഒക്കെ അറിയണം. മൈനസ് അല്ലെ, വ്യത്യസ്ത ചിഹ്നം ഒരെണ്ണം മൈനസും ഒരെണ്ണം പ്ലസും ആണ് അല്ലെ, എക്സിന്റെ ടേം. അപ്പം വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. 4.8 2 പോയാൽ എത്ര? 2.8 എക്സ്. വലുതിന്റെ ചിഹ്നം ഇവിടെ എന്താണ്? മൈനസ്. അതുകൊണ്ട് ഇവിടെ മൈനസ് ഇടണം. ഇനി ലാസ്റ്റ് നോക്കിയേ, ലാസ്റ്റത്തെ എന്തോ പറഞ്ഞിരിക്കും? ഇനി എക്സ് സ്ക്വയർ അല്ലേ? എത്ര എക്സ് സ്ക്വയർ ഉണ്ട്? ഒരു എക്സ് സ്ക്വയർ 2. അപ്പൊ എത്ര കിട്ടി? പ്ലസ് 2x സ്ക്വയർ. തീർന്ന്, കണക്ക് തീർന്നത് തന്നെ നമുക്ക് പറയാം. ഇനി ബാക്കി കാൽക്കുലേഷൻ മാത്രമേ ഉള്ളൂ. ഞാൻ തൊട്ട് മുമ്പത്തെ കണക്കിൽ ഞാൻ പറഞ്ഞിരുന്നു, ഈക്വൽ ടുവിന്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഒരേപോലെ ഉണ്ടെങ്കിൽ വെട്ടിക്കളെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതും ഇതും നമുക്ക് ക്യാൻസൽ ചെയ്ത് പറഞ്ഞൂടെ? കാരണം ഇതും 6.76 ആണ്, ഇതും 6.7, രണ്ടും ക്യാൻസൽ ചെയ്തു. പിന്നീട് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ എന്ത്? 6.76 പോയ പിന്നെ അവിടെ എന്ത് മാത്രമേ ഉള്ളൂ? 0. ഈസ് ഈക്വൽ ടു മിച്ചം എന്താണ്? മൈനസ് 2.8x പ്ലസ് എന്താണ്? 2x സ്ക്വയർ. നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഈക്വൽ ടുവിന്റെ റൈറ്റ് സൈഡിലുള്ള ലെഫ്റ്റ് സൈഡിലോട്ട് പോയാൽ എന്ത് വരും? ലെഫ്റ്റ് സൈഡിലോട്ട് പോയാൽ എന്താവും? മൈനസ് ഈക്വലിന്റെ ലെഫ്റ്റ് സൈഡിലോട്ട് പോയാൽ എന്താവും? പ്ലസ്. അപ്പൊ മൈനസ് 2.8x ഇപ്പറ വരുമ്പോ എന്താവും? 2.8x ഈസ് ഈക്വൽ ടു മിച്ചം എന്ത് മാത്രം? 2x സ്ക്വയർ. ഓക്കെ അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ 2.8 എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ എഴുതുക. 2.8x ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു എക്സ് അല്ലേ? ഈ എക്സും വെട്ടിക്കളയാം. മിച്ചം നമുക്ക് എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി, ഏത് എക്സ്? ഈ എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ 2നെ ഞാൻ ഈക്വൽ ടു ഇപ്പുറത്തോട്ട് വിളിക്കാം. ഈ എക്സ് കണ്ടുപിടിക്കാൻ ഇൻറ്റു ചെയ്ത 2 ഈക്വൽ ഇപ്പുറത്ത് വരുമ്പോൾ 2.8/2 ആവും. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ്. ദെയർഫോർ എക്സ് ഈസ് ഈക്വൽ ടു 2.8/2 എത്രയാണ്? 1.4. നമുക്ക് ആ എക്സ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്? ഈ എക്സ് അല്ലായിരുന്ന നമ്മള് എന്താണ് ആ കമ്പ് നീങ്ങിയ വശം നമ്മൾ എക്സ് ആയിട്ടല്ലേ എടുത്തത്? ആ എക്സ് അല്ലേ നമ്മൾ ഈ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത് 1.4 എന്ന് പറയുന്നത്. അപ്പൊ എത്ര ദൂരം ആ കമ്പ് തെന്നി മാറി എന്നുള്ള ഉത്തരത്തിന് നമുക്ക് എത്ര കിട്ടിയ ആൻസർ? 1.4 മീറ്റർ ആണ് ആ കമ്പ് എന്ത് ചെയ്തത്? തെന്നി മാറിയിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കണക്ക്. എന്നാൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഞാൻ വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾക്ക് എൻ്റെ കണക്കുകൾ ഇഷ്ടപ്പെടുകയാണ്, നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഫ്രണ്ട്സിനിടയിൽ ഷെയർ ചെയ്യുകയും എല്ലാം വേണം. അപ്പൊ തൊട്ടടുത്ത അടുത്ത പ്രോബ്ലവുമായിട്ട് നമ്മൾ അടുത്ത പാർട്ടിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.